ശതാബ്ദി നിറവിലാണ് RSS തലവൻ മോഹൻ ഭാഗവത് ആയിരുന്നു മാധ്യമങ്ങളെ കണ്ടത്. ഓപ്പറേഷൻ സിന്ദൂറിൽ രാജ്യം കനത്ത മറുപടി നൽകി തുടങ്ങിയ പരാമർശങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. തത്സമയമാണ് പ്രേക്ഷകർ കണ്ടത്. ഞങ്ങളിതാ ഇവിടെ കൊല്ലൂരിലാണ്, മൂകാംബിക ക്ഷേത്രത്തിലാണ്. മൂകാംബികയിലെ വിശേഷങ്ങളുമായി ഞാനും രഞ്ജിത്ത് രാമേന്ദ്രൻ, നമ്മുടെ ക്യാമറ വിനോദേട്ടനാണ്. എന്തായാലും ഇവിടെ ഭക്തിസാന്ദ്രമാണ് ഒരു അന്തരീക്ഷവും, ശരണമന്ത്ര മുഖരിതമാണ്. മൂകാംബിക ദേവി മന്ത്രങ്ങൾ മാത്രമാണ് നമുക്ക് ഇവിടെ കേൾക്കാൻ സാധിക്കുന്നത്. ഇപ്പോഴിതാ വിദ്യാരംഭ ചടങ്ങുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. 12:30 വരെ വിദ്യാരംഭ ചടങ്ങുകളുണ്ട്. ഇപ്പോൾ 9:38 ഇപ്പോഴും ആളുകൾ കുഞ്ഞുങ്ങൾക്ക് അക്ഷരം കുറിക്കാനായി ദേവസന്നിധിയിലേക്ക് ക്ഷേത്രത്തിലേക്ക് നേതൃത്വം നൽകുന്ന മലയാളികളായ നിരവധി ആളുകൾ, മൂകാംബിക ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് മലയാളികളായ നിരവധി ആളുകൾ നേതൃത്വം നൽകി. അതെ, ഇവര് വർഷങ്ങൾ എപ്പോഴും ഇവിടുത്തുകാരാണെന്ന് ആയിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ്. പൃഥ്വിരാജേട്ടൻ, എന്താണ് പ്രത്യേകത? തിരക്കൊക്കെ എങ്ങനെയുണ്ട്? തിരക്ക് വലിയ ട്രസ്റ്റിന്റെ ഭരണസമിതിക്ക് അത് വളരെയധികം നിയന്ത്രിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഭക്തർക്ക് വലിയ ബുദ്ധിമുട്ട് ഇല്ലാത്ത രീതിയിൽ തന്നെ രഥോത്സവം വളരെ ഭംഗിയായിട്ട് നടത്താൻ അവർക്ക്. ചേട്ടാ, നിങ്ങൾ എങ്ങനെയാണ് ഇവിടുത്തുകാരായി മാറിയത്? ഇങ്ങനെ അമ്മയുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു പോകാൻ തോന്നില്ല. അത് ഏത് മക്കളുടെയും സ്വഭാവമാണല്ലോ. അമ്മയുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ അമ്മയെ വിട്ടിട്ട് പോകാൻ ആർക്കും തോന്നാറില്ല. അതുപോലെ തന്നെയാണ് നമുക്കും. അത് മാത്രമല്ല, വരുന്ന ഒരുപാട് ആളുകൾക്ക് വലിയ സഹായമാണ്. മറ്റുള്ള ഒരു ക്ഷേത്രങ്ങളിലും പോകാത്ത ധാരാളം ആളുകൾ മൂകാംബികയിൽ മാത്രം വരുന്ന ആളുകളുണ്ട്. അമ്മയുടെ ഒരു ആകർഷണം തന്നെയാണ്, നമ്മുടെ ഒരു സ്നേഹം. അത് എങ്ങനെയാണ് അനുഭവിക്കുന്നതെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു കാര്യം. എല്ലാ മാസവും വരാറുണ്ട്. നമ്മൾ ഈ അമ്മയെ കാണുന്നതിനൊപ്പം ഇവർക്ക് ഉള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നൊക്കെ പറയുന്നതിൽ വലിയ അനുഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് നമ്മളുടെ കൂട്ടായ്മ ധാരാളം ചെറിയ ചെറിയ സംഘടനകളായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. നമ്മൾ മൂകാംബിക ഡിവോട്ടീസ് ട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓർഗനൈസേഷൻ കഴിഞ്ഞ 4 വർഷമായിട്ട് ഇത്തരത്തിൽ മൂകാംബിക ഭക്തരെ സേവിക്കാനായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. വിവിധ സേവന പ്രവർത്തനങ്ങൾ നടത്താറുണ്ട്. ശങ്കര ജയന്തി പോലുള്ള വലിയ ആഘോഷങ്ങൾ, ആയിരക്കണക്കിന് പേര് പങ്കെടുക്കുന്ന പരിപാടികൾ കൊല്ലൂരിൽ വെച്ചിട്ട് തന്നെ നമ്മൾ സംഘടിപ്പിക്കാറുണ്ട്. അങ്ങനെ ഒരു വർഷത്തിൽ 10,000-ലധികം ആളുകളെ വ്യത്യസ്ത കാര്യങ്ങളിലൂടെ നമുക്ക് സേവിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. വലിയ കാര്യമാണ്. പേര് ശരത്ത്. ഈ കൂട്ടായ്മയിലുള്ളതാണ്. പ്രവീൺ കുമാർ, വിനീത്, ഷിജിൽ വടകര. നാട്ടിൽ സ്ഥിരം ഇവിടെ തന്നെയാണല്ലേ? സുധിരേട്ടൻ ഒരു മാസത്തിൽ 2 തവണയെങ്കിലും വരുന്ന ഒരാളാണ്. അമ്മയെ നമ്മൾ സ്നേഹിക്കുന്നു, അമ്മ അതിനേക്കാൾ നന്നായി നമ്മളെ ചേർത്ത് പിടിക്കുന്നു. അതാണ്. ഒപ്പം ഭക്തർക്കുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. അമ്മ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു. അതാണ്. അങ്ങനെ മലയാളികളുടെ ഒരു വലിയ കൂട്ടായ്മ ഇവിടെയുണ്ട്. നമ്മുടെ ട്രസ്റ്റി ശ്രീ അഭിലാഷ്, അദ്ദേഹമാണ് ഇതിന്റെ എല്ലാം ചുക്കാൻ പിടിക്കുന്നത്. ഇത്രയും മനോഹരമായി ഈ അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്യുന്നതിന് ഏറ്റവും കൂടുതൽ ചുക്കാൻ പിടിക്കുന്ന ഒരാളാണ്. നമ്മൾ സംസാരിച്ചതിൽ ഒരുപാട് ആളുകൾ പറയുകയുണ്ട് ഇത്തവണ കുറച്ചും കൂടെ ക്രമീകരണങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകും. അതെ, ഇപ്രാവശ്യം എല്ലാ ക്രമീകരണങ്ങളും മുൻകൂട്ടി നമ്മൾ മീറ്റിങ്ങുകളെല്ലാം കൂടി അതിനെന്തെല്ലാം വേണ്ട കാര്യം. ഭക്തജനങ്ങളുടെ ഒഴുക്ക് ഇപ്രാവശ്യം കൂടുതലാണ്. എല്ലാ വർഷവും ലാസ്റ്റ് ടൈം തന്നെ നമ്മൾ തീരുമാനിച്ചതാണ് ഈ ബാരിക്കേഡ് സിസ്റ്റമേ ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ദേവിയെ തൊഴുത് സംതൃപ്തിയോടെ തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് ഉള്ളൊരു പ്ലാനായിരുന്നു. എല്ലാവർക്കും അതിനുള്ള ഭക്തജനങ്ങൾക്ക് അതെല്ലാം കഴിഞ്ഞു എന്നാണ് നമ്മുടെ വിശ്വാസം. അതുപോലെ തന്നെ ഇതിനു വേണ്ടി ഒരുപാട് ഡിപ്പാർട്ട്മെന്റിന്റെ ആൾക്കാർ, ബോർഡ്, ഇവിടുത്തെ ഭക്തർ എല്ലാവരും സഹകരിച്ചു. അവർക്കെല്ലാം നന്ദിയും രേഖപ്പെടുത്തുകയാണ്. മീഡിയക്കാർക്ക് പ്രത്യേകിച്ച് നന്ദി. കാര്യം നിങ്ങളാണ് ഇതിന്റെ സജഷൻസ് എല്ലാം നമുക്ക് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിന് പ്രത്യേക നന്ദിയാണ് എല്ലാവരുടെ അടുത്തും. ഇപ്പം നമ്മൾ സംസാരിച്ചതിൽ കുറെ ആളുകൾ പറയുന്നു തിരക്ക് കൂടുതലാണെന്ന്, കുറച്ചാളുകൾ പറയുന്നു തിരക്ക് കഴിഞ്ഞ വർഷത്തേക്കാൾ കുറവാണെന്ന്. താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? തിരക്ക് കൂടുതലാണ്. അത് കൺട്രോൾഡായിട്ട് വിടുന്നതുകൊണ്ടാണ് ഇതിനകത്തൊരു ഫീല് കിട്ടാത്തത്. കാര്യം ഇന്നലെ തന്നെ അങ്ങേക്കറിയാം, വെളിയിലാണെങ്കിൽ ഒരുപാട് ആൾക്കാർ വെയിറ്റിങ്ങും ക്യൂവും. കാര്യം നട അടയ്ക്കുന്ന സമയത്ത് നമ്മൾ ക്യൂ വിടുന്നില്ല ഇപ്പോൾ. കാരണം ഓവർ ക്രൗഡഡ് ആയി പോകുന്നത്. അതിനു വേണ്ടിയിട്ട് ഈ പാർട്ട് ബൈ പാർട്ടായിട്ട് നമ്മൾ വിട്ടുകൊണ്ടിരുന്നത് എല്ലാം. ഈ വരും വർഷങ്ങളിലും നമ്മളെ ഭക്തജനങ്ങളുടെ തിരക്ക് വല്ലാതെ കൂടുന്ന സാഹചര്യത്തിൽ പുതിയ ക്രമീകരണങ്ങൾ, എന്തെങ്കിലും സംവിധാനങ്ങളൊക്കെ ആലോചിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉള്ളിൽ അതുപോലെ തന്നെ ഇപ്പം ക്യൂ സിസ്റ്റത്തിന് കുറച്ചുകൂടെ ഒരു ചേഞ്ചസ് വരുത്താൻ വേണ്ടി ഇന്നലെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഒരു 2 റോയിലായിട്ട് വിടത്തക്ക രീതിയിൽ. കാര്യം അപ്പോൾ ഈ പ്രധാന ബൈലി അങ്ങനെയുള്ള ടൈമിലല്ല ആൾക്കാർക്ക് ഭക്തർക്കും ഉള്ളിൽ പോകത്തക്ക രീതിയിൽ വേണ്ടിയിട്ട് ക്രമീകരണങ്ങളും തുടങ്ങും. അടുത്ത ഉത്സവത്തിന് തീർച്ചയായിട്ടും സാധിക്കുമെന്നാണ് വിശ്വാസം. അതാണ് വളരെ ഭംഗിയായി ഈ കാര്യങ്ങൾ ആർക്കും യാതൊരു പരാതിയും ഇല്ലാതെ നടപ്പിലാക്കുക എന്ന് പറഞ്ഞ ചെറിയ കാര്യമല്ല. കാരണം വന്നു പോകുന്നത് ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളാണ്. അവരെയൊക്കെ സംതൃപ്തിയോടെ അവരുടെ മനസ്സും എല്ലാം നിറയ്ക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. കാര്യം ഇവിടെ വന്ന് പോകുന്ന ഈ ജാതി മത ചിന്തകളൊന്നുമില്ലാതെ ഇതിന്
എല്ലാ ഭക്തർക്കും പൂർണ്ണ സംതൃപ്തരായിട്ട് തിരിച്ചു പോകണമെന്നാണ് ദേവിയുടെ അനുഗ്രഹത്തോട് അത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നതും. അതിനുവേണ്ടി നമ്മളെല്ലാം ചെറിയ ദാസന്മാരായിട്ട് പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് മലയാളികൾ ഇതിന്റെ ഒരു ചുക്കാൻ പിടിക്കും. അതെ, തീർച്ചയായിട്ടും അതെ. ഞാനതേ മുമ്പ് പറഞ്ഞതുപോലെ ചാനൽ ആൾക്കാരെ പ്രത്യേക അഭിനന്ദനങ്ങളാണ്. കാര്യം ഇതെല്ലാം കൺട്രോൾ ചെയ്യാനും ഇതിന്റെ എല്ലാം എന്താ പറയേണ്ടത്, നമുക്ക് ഓരോ സജഷൻസ് തരുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാര്യം വെളിയിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് ഇതൊക്കെയാണ് ബുദ്ധിമുട്ടുകൾ, അതിനൊന്നും നോക്കണമെന്നല്ല നിങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം പരിഹരിക്കാൻ വേണ്ടി നമ്മൾ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. ഇനി എന്തെങ്കിലും തന്നെ തെറ്റുകളോ വന്നിട്ടുണ്ടെങ്കിൽ അത് ക്ഷമിക്കണമെന്നാണ് പറയാനുള്ളത്. കാണാം, ഇപ്പോഴും തിരക്ക് അതേപോലെ തന്നെ തുടരുകയാണ്. ഇപ്പോഴും 12:30 വരെ അല്ലെ, ഇനിയിപ്പോൾ ഏതാണ്ട് 2 മണിക്കൂർ മാത്രമാണ് ബാക്കിയുള്ളത്. ആ സമയം വരെയാണ് എഴുന്നേൽപ്പ് ചടങ്ങുകൾ. വർഷങ്ങളായിട്ട് വരുന്ന ആളുകളായിരിക്കും അല്ലേ? എഴുത്തൊക്കെ എഴുതിയോ? ഹലോ, ഇവിടെയാണ്. എഴുതിയോ? എന്താ എഴുതിയത്? പറഞ്ഞേ. ആ, പിന്നെ എന്താ എഴുതിയേ? ഗണപതി. ആ, പേര് പറയോ? പേര്? ആ, അടിപൊളി പേരാട്ടോ, എനിക്ക് മനസ്സിലായില്ല. പേരെന്താ പറഞ്ഞേ? പുസ്തകമൊക്കെ ഇതൊക്കെ കൊണ്ടുപോട്ടെ. ഇതൊക്കെ പഠിക്കോ? ഇനി പഠിക്കോ? പഠിക്കും അല്ലേ? ആ, എവിടുന്നാ ചേട്ടാ വരുന്നേ? കണ്ണൂർ. ഇന്നലെ എത്തിക്കാണോ അല്ലേ? ഒരുമിച്ച് വന്നാണ്. അതാണ്. അപ്പം ഇവിടെ വിദ്യാരംഭ ചടങ്ങുകൾ ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കണ്ടതൊക്കെ എഴുതി വന്ന ആളുകൾ, കുഞ്ഞുങ്ങളൊക്കെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. അമ്മവരുടെ തോളൊക്കെ ക്ഷീണിച്ച് പുലർച്ചെ വന്ന ആളുകളാണ്. അപ്പൊ അവരൊക്കെ ക്ഷീണിച്ചിരിക്കുകയാണ്. അപ്പൊ ഇതാണ് കൊല്ലൂരിലെ മൂകാംബികയിലെ കാഴ്ചകൾ. ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നു, വിദ്യാരംഭ ചടങ്ങുകൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഒരുപാട് ആളുകളെ പരിചയപ്പെട്ടു. ഇനിയും നമുക്ക് ഇവിടേക്ക് വരണം, ഇവിടെയാണ് വിശേഷം കൂടുതലുള്ളത്. അപ്പൊ അതിനു മുൻപ് നമുക്ക് നേരെ പൂജപ്പുരയിൽ, തിരുവനന്തപുരം പൂജപ്പുരയിലേക്ക് പോകണം. അവിടെ അശ്വതിയും ശ്രീജയും ഉണ്ട്. അശ്വതി, ശ്രീജ, അവിടെ ചടങ്ങുകൾ എന്തായി? അവസാനത്തിലേക്ക് എത്തിയോ? ഇവിടെ എന്തായാലും 12:30 വരെ ഉണ്ട്. എന്താണ് അവിടുത്തെ വിശേഷങ്ങൾ? ഇവിടുത്തെ സാഹചര്യം കുറച്ച് വ്യത്യസ്തമാണ്. ഇവിടുത്തെ എഴുത്തിനിരുത്തൽ ചടങ്ങിന്റെ സമയം കഴിഞ്ഞു. ഏതാണ്ട് ആ തിരക്കുകളൊക്കെ അവിടെ അവസാനിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ കാണുന്നതാണ് തിരുവനന്തപുരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നവരാത്രി ചടങ്ങുകൾ. ഇപ്പോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഈ നവരാത്രി കാലത്ത് തിരുവനന്തപുരത്തേക്ക് എത്തിയ തമിഴ്നാട്ടിൽ നിന്നുള്ള 3 ദേവീദേവന്മാരിൽ അതിഥികളെ, തിരുവനന്തപുരത്തേക്ക് നവരാത്രി ഉത്സവത്തിന് അതിഥികളായി എത്തുന്ന കുമാരസ്വാമിയെ ഇവിടെ പൂജപ്പുരയിലെ ഈ സരസ്വതി മണ്ഡപത്തിലേക്ക് ആനയിക്കുന്ന ആ വലിയ ഘോഷയാത്രയാണ് കാണുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാവുന്ന പോലെ ഈ തിരുവനന്തപുരത്തിന്റെ ഒരു നല്ല പങ്ക് ആളുകളും ഈ തെരുവിന്റെ 2 വഴികളിലായി ഇപ്പോ നിരന്നു നിൽക്കുന്നുണ്ട്. സ്വീകരണം വലിയ ഗംഭീരമായി തന്നെയാണ് എല്ലാ വർഷവും നടത്താറ്. അതുപോലെ തന്നെ ഈ വർഷവും അത് വളരെ അതിഗംഭീരമായി സംഘാടകർ നടത്തുന്നു എന്നുള്ളതാണ്